അപ്പോസ്തലപ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം 37 മുതൽ 47 വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ പക്കലേക്ക് വിളിക്കുന്ന ഏവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷി നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് അവരെ ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം സ്വീകരിച്ചവർ സ്നാനപ്പെട്ടു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർക്കപ്പെട്ടു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥനകൾ എന്നിവയിൽ സ്ഥിരതയോടെ നിന്നിരുന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചായിരുന്നു. എല്ലാം അവർക്ക് പൊതുവായിരുന്നു. അവർ തങ്ങളുടെ വസ്തുവകകളും സ്വത്തുക്കളും വിറ്റുകിട്ടിയത് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ അനുദിനം വിശ്വസ്തയോടെ ദേവാലയത്തിൽ ചെലവഴിക്കുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ആനന്ദത്തോടും ഹൃദയലാളിത്യത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും ജനം മുഴുവൻ്റെയും പ്രീതിക്ക് പാത്രമാകുകയും ചെയ്തു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവീശ്വരയുടെ പരിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ അന്തിമ പ്രാർത്ഥന. ഇവ പറഞ്ഞ ശേഷം യേശു സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, ആ മണിക്കൂർ വന്നിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്നാൽ അവിടുന്ന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യ ജീവൻ പ്രദാനം ചെയ്യേണ്ടതിന് എല്ലാവരുടെയും മേൽ അവിടുന്ന് അവന് അധികാരം കൊടുത്തിരിക്കുന്നുവല്ലോ. ഇതാണ് നിത്യജീവൻ, ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അവർ അറിയുന്നു. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടുകൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ
എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അങ്ങെനിക്ക് നൽകിയവയെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങേ പക്കൽ നിന്നും വന്നതെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയാണ് യാചിക്കുന്നത്, ലോകത്തിന് വേണ്ടി അല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് യാചിക്കുന്നത്. എന്തെന്നാൽ അവർ അങ്ങേക്കുള്ളവരാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. അങ്ങേക്കുള്ളവയെല്ലാം എൻ്റേതും. ഞാൻ അവയിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവരെ അങ്ങേ നാമത്തിൽ അങ്ങ് കാത്തുകൊള്ളണമേ. ഞാൻ അവരോടുകൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അങ്ങയുടെ നാമത്തിൽ അവരെ ഞാൻ സംരക്ഷിച്ചു. ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിന്റെ കുത്തുന്നല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അവരിൽ പൂർണ്ണമായി ഉണ്ടാകേണ്ടതിനാണ്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്ത പോലെ അവരും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ നിന്നവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്നവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ യാചിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെതല്ലാത്ത പോലെ അവരും ലോകത്തിൻ്റെതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം തുടങ്ങുന്നത് ഈശോയുടെ അന്തിമ പ്രാർത്ഥന എന്ന് പറഞ്ഞാണ്. നമ്മൾ മരിക്കാൻ നേരത്തെ എന്ത് പ്രാർത്ഥിക്കും? നമ്മളൊക്കെ മരിക്കാൻ നേരത്തെ എന്ത് പ്രാർത്ഥിക്കും? നമ്മളൊക്കെ മരിക്കാൻ നേരത്തെ എന്ത് പ്രാർത്ഥിക്കുമായിരിക്കും? ചിന്തിക്കണമല്ല അല്ലേ? നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തായിരിക്കും പ്രാർത്ഥിക്കാൻ പോകുന്നത്? എങ്ങനെ എന്നെ അങ്ങോട്ട് എടുത്തേക്കണേ? ഈശോ എന്താ പറഞ്ഞു നോക്കി അല്ലേ? ചിലർ പറയും ആരെയും ബുദ്ധിമുട്ടിക്കാതെ എത്രയും വേഗം ഓടി അടക്കം പെടച്ച് വേണമെങ്കിൽ മരിക്കണം. ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല. അപ്പം അഭിമാനായില്ലേ, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിച്ചു. എന്തൊരു അഹങ്കാരം നോക്കിയത്. ഒത്തിരി പറഞ്ഞാൽ കേട്ടില്ല. ഈ പ്രായമായത് ചോദിക്കാം, എന്നാണ്ട് സുഖമാണോ? ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങോട്ട് പോകണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ വിചാരം നടക്കാൻ പോകുന്നില്ല. അപ്പം ഈശോയുടെ പ്രാർത്ഥന നമ്മൾ പഠിക്കണം അല്ലേ? പക്ഷെ അത് വലിയ പാടാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും മനസ്സിലാകുന്നില്ല. വേണ്ടോ? അതുകൊണ്ട് അതിലേക്ക് പോകുന്ന ഒരുക്കമായി നമുക്ക് ആദ്യത്തെ വായനയൊക്കെ പിടിക്കാം. ആദ്യത്തെ വായന ഏതാണ്? ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചിത്രമാണ്. ഭയങ്കരമാണല്ലേ? നമ്മളുടെ ഒരു മോഡലാണ്. നിങ്ങൾ വീട് പണിയുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ട സൗകര്യം, എത്ര മുറി വേണം, ഏതൊക്കെ മുറി എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നിങ്ങൾ എഞ്ചിനീയറോട് പറഞ്ഞു കൊടുക്കും. അയാൾ അതനുസരിച്ച് വീടിന് പടം അങ്ങ് വരച്ച് കാണിക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഇത് കൊള്ളാം, ഇത് കൊള്ളാം അല്ലേ? എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആ പ്ലാൻ വെച്ച് പണിത് പൂർത്തിയാകും. ഇതുപോലെ ആദിമ ക്രൈസ്തവരുടെ ചിത്രമാണിത്. ആദിമ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ആദ്യത്തെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അതാണ് മോഡൽ. അപ്പം അവരുടെ ജീവിത രീതിയും ശൈലിയും ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കൊടുത്തിരിക്കുന്നതാണ് വായിച്ചുകാർ. അതിലെ ചില ഭാഗങ്ങൾ നമുക്ക് എടുത്ത് വായിക്കാം.
ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് ഈ അവരെന്ന് പറയുന്നവർ? പെന്തക്കോസ്ത എന്ന് പറയുന്ന യഹൂദന്മാരുടെ പെരുന്നാളാണ് പെന്തക്കോസ്ത അന്നായിരുന്നത്. പിന്നെയാണ് ക്രൈസ്തവ ഫീസ്റ്റ് ആയത്. ഇപ്പം എല്ലാ പെന്തക്കോസ്തായ്ക്കും യഹൂദന്മാരിൽ പ്രായപൂർത്തിയായ എല്ലാവരും ജെറുസലേമിൽ വരണം. മട്ടാഞ്ചേരിന്നും പോകും, എല്ലായിടത്തും പോകും. ഇപ്പം ലക്ഷോപലക്ഷം യഹൂദന്മാരാണ് ഈ പെരുന്നാളിന് ജെറുസലേം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇപ്പുറത്ത് മർക്കോസിൻ്റെ മാളിക എന്ന് പറയുന്ന സ്ഥലത്ത് മാതാവും സ്ലീഹന്മാരും കുറച്ച് വിശ്വാസികളും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന വീട് മുഴുവനും കൊടുങ്കാറ്റിൻ്റെ ആരവമുണ്ടായി. അഗ്നിനാവുകൾ അവർക്ക് കൺമുമ്പിൽ കാണപ്പെട്ടു. അവർ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവർ അന്യ ഭാഷകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഈ ശബ്ദത്തിൻ്റെ ആധിക്യം മൂലം എന്തായി സംഭവിച്ചത്? ജെറുസലേം ദേവാലയത്തിൽ കൂടിയിരുന്ന ലക്ഷോപലക്ഷം യഹൂദന്മാർ ദേവാലയം വിട്ട് ഇങ്ങോട്ട് ഓടി. ഈ മർക്കോസിൻ്റെ മാളിക ഞാൻ കണ്ടിട്ടുണ്ട് ജെറുസലേമിൽ പോയപ്പോൾ. ജെറുസലേം പള്ളിയുടെ അവശിഷ്ടം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പള്ളി നശിപ്പിച്ചിക്കപ്പെട്ടു പോയി. അതിൻ്റെ ഒരു മതിൽ നിൽപ്പുണ്ട്. അവിടുന്ന് കുറച്ച് അകലെയാണ് ഈ മർക്കോസിൻ്റെ മാളിക. അവിടേക്ക് ആൾക്കാർ ഓടി വരികയാണ് ഒച്ച കേട്ടത്. അപ്പോൾ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പത്രോസിൻ്റെ പ്രസംഗം എന്തിനെ പറ്റിയായിരുന്നു? പത്രോസിൻ്റെ പ്രസംഗം തൊട്ട് മുമ്പ് വായിക്കാൻ കാണാൻ പറ്റും. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പത്രോസ് പ്രസംഗിച്ചത് യേശുവാണ് യഥാർത്ഥ രക്ഷകനെന്നാണ്. മനുഷ്യകുലത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ദൈവം അയച്ച ആൾ ഈശോയാണ്. ആ ഈശോയെ നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അവരെ കുറ്റപ്പെടുത്തി പ്രസംഗിച്ചു. കുറ്റപ്പെടുത്തിയാൽ എതിർക്കാൻ നമുക്ക് തോന്നുള്ളൂ അല്ലേ സാധാരണ. ഇവർ എതിർക്കുന്നതിന് പകരം ഇവർ പശ്ചാത്തപിച്ചു. അതാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ കണ്ടോ എന്താ കേട്ടത്? അവസാനം 36-ാം വാക്യം, അതിനാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തിയെന്ന് ഇസ്രായേൽ വംശം മുഴുവനും ഉറപ്പായി അറിയട്ടെ. അതിനകത്ത് ഒരു കുറ്റപ്പെടുത്തലുമുണ്ട്, ഒരു പ്രഖ്യാപനമുണ്ട്. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ എന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തുകയാണ് അവരെ. ഒപ്പം ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് എന്താണ്? അങ്ങനെ നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ല് രക്ഷയുടെ മാർഗമായി തീർന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവർക്ക് പശ്ചാത്താപം ഉണ്ടായത്. പത്രോസിനോട് കലിപ്പല്ല ഉണ്ടായത്, പശ്ചാത്താപം ഉണ്ടായത്. അതുകൊണ്ട് വേദപുസ്തകം പറയാണ്, ഇന്നത്തെ വായന, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ക്രൂശിച്ച് വധിച്ച് ക്രിസ്തുവിനെ എതിർത്ത് ഇത്രയും നാളും ജീവിച്ച ഞങ്ങൾക്ക് ഇനി ക്രിസ്തുവിൻ്റെ ശിഷ്യരാകണം. അത് ഞങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്നാണ് മാറ്റം. പത്രോസ് ക്രിസ്ത്യാനിയാകാനുള്ള കണ്ടീഷൻസ്, വ്യവസ്ഥകൾ പറയുന്നത് ഇങ്ങനെയാണ്. 1, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. അർത്ഥം എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനോട് കാണിച്ച കൊള്ളരുതായ്മകളെ പറ്റി പശ്ചാത്തപിക്കണം. ക്രിസ്തു നിങ്ങളുടെ ഇടയിൽ വന്ന് 3 കൊല്ലം പ്രസംഗിച്ചു, വലിയ അടയാളങ്ങൾ കാണിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. നിങ്ങൾ അവനെ തിരസ്കരിച്ചു, നിങ്ങൾ അവനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. ഡെയ്സൈഡ് എന്നതിന് പറയുന്നത്. സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? തന്നെ കൊല്ലുന്നവൻ. ഡെയ്സൈഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൊല്ലുന്ന പ്രവൃത്തി. നിങ്ങൾ ഡെയ്സൈഡ് ചെയ്തു, നിങ്ങൾ ദൈവത്തെ വധിച്ചു. അതിലും വലിയ കുറ്റം ഇനി ചെയ്യാനില്ല. അപ്പോൾ 1ാമത്തെ കണ്ടീഷൻ, ക്രിസ്ത്യാനിയാകാൻ എന്ത് ചെയ്യണം? പറഞ്ഞേ. ദൈവം ഉറങ്ങുന്നു. എന്ത് ചെയ്യണം? പശ്ചാത്തപിച്ചാൽ പോരാ. 2 മാനസാന്തരപ്പെടണം. പശ്ചാത്തപിക്കുക എന്ന് പറയുന്നത് ഞാനങ്ങനെ ചെയ്തുപോലോ, ഇച്ചിരി കഴിയും മാറും. മാനസാന്തരപ്പെടുക എന്നതിന് അർത്ഥം നേരെ വിപരീതമായിട്ട് ജീവിക്കണം. തെക്കോട്ട് നടന്നിരുന്നവൻ തെക്കോട്ട് നടപ്പ് നിർത്തിയാൽ പോരാ. തെക്കോട്ട് നടപ്പ് നിർത്തിയിട്ട് വടക്കോട്ട് നടക്കുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാർ, ആദ്യമൊക്കെ യഹൂദന്മാർ യേശുവിനെ വധിച്ചതിനെ പറ്റി കരഞ്ഞാൽ മാത്രം പോരാ, അവർ അതിന് വിപരീതമായ എന്തോ നന്മകൾ ചെയ്യണം. അതാണ് ഈ മാനസാന്തരപ്പെടുന്ന വാക്കിന് അർത്ഥം. അതാണ് മാനസാന്തരപ്പെടുക. അർത്ഥം തിന്മ ഉപേക്ഷിക്കുകയും ആ തിന്മയ്ക്ക് ബദലായി നന്മ ചെയ്യുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരം എന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥം ഇതാണ്.
പാപത്തിൽ നിന്ന് പിന്തിരിയുക, ദൈവത്തിനോട് ഒട്ടിച്ചേരുക. പാപത്തിൽ നിന്ന് പിന്തിരിയുക, ദൈവത്തിലേക്ക് ഒട്ടിച്ചേരുക. പാപത്തിൽ നിന്ന് ഓടി അകലുക, ദൈവത്തോട് ഒട്ടിച്ചേരുക. അപ്പം അതിൻ്റെ അർത്ഥം തിന്മ ഉപേക്ഷിക്കുക, വിപരീതമായ നന്മയെ ആശ്ലേഷിക്കുക. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ മാനസാന്തര. ഇനി പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കണേ, നിങ്ങളുടെ പാപമോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടട്ടെ. അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് മോചനം കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്ത പാപം ഇനിയും ചെയ്യും. ഈ പാപമോചനം വാക്കിന് പലർക്കും അർത്ഥം അറിയത്തില്ലേ. പാപമോചനം അർത്ഥം എന്താണെന്ന് അറിയാവോ? പാപം ചെയ്യാതിരിക്കാനുള്ള പ്രാപ്തിയാണത്. ഉദാഹരണം, ഒരു അപ്പച്ചൻ 90 വയസ്സായി, മരിക്കാറാകുമ്പോൾ എന്താ ആഗ്രഹിക്കുക അപ്പൻ? എടാ തോമാച്ച, അച്ഛനെന്ന് വിളിച്ചോണ്ട് വാടാ, സമയമായെന്നാ തോന്നണേ. എന്തിനാ? ഒന്ന് കുമ്പസാരിക്കാൻ. എന്ത് കുമ്പസാരിക്കും? 90 വയസ്സാ വല്യപ്പൻ. കുമ്പസാര രഹസ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ. എന്താ കുമ്പസാരിക്കാൻ പോണത്? അച്ഛോ, ഞാൻ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ അച്ഛോ, അങ്ങനെ പറയത്തൊക്കെ പാപവും ചെയ്തിട്ടില്ല അച്ഛോ. പിന്നെ വല്ലപ്പോഴൊക്കെ നോണ പറഞ്ഞ് കാണുമായിരിക്കും. ഈ വല്യപ്പൻ 9ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചത് ഈ പാപം ഏറ്റു പറഞ്ഞതാ, നോണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 9ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ പറഞ്ഞ പാപ നോണ പറഞ്ഞു വായിച്ചോ. ഇപ്പൊ 90 വയസ്സായി, 81 കൊല്ലത്തെ സർവീസാ. ഏതിലാണ്? നുണ പറയുന്നതിൽ. മാറ്റമുണ്ടോ? ഇനി ഒരു കൊല്ലം കൂടി ചോദിച്ചാൽ പിന്നെയും നുണ പറയും. കണ്ടോ? മോചനം ഇല്ല. അപ്പൊ പാപമോചനം എന്ന് പറയുന്നത് കുമ്പസാരക്കൂട്ടിപ്പോയി കിട്ടുന്ന പാപക്ഷമയല്ലെന്ന് വ്യക്തമായില്ലേ? കുമ്പസാരക്കൂട്ടിപ്പോയി കിട്ടുന്നത് പാപക്ഷമയാണ്. ചെയ്തിടത്തോളം പാപങ്ങൾ ദൈവം ക്ഷമിച്ചിരിക്കുന്നു അർത്ഥം. അതിൽ പാപമോചനം സംഭവിക്കണം, സംഭവിക്കുന്നില്ല പലപ്പോഴും. അതുകൊണ്ടല്ലേ നമ്മൾ ആവർത്തിച്ച് പാപം പിന്നെയും ചെയ്യുന്നത്. ചിലർ കുമ്പസാരിക്കാത്തതിൻ്റെ കാരണം പറയുന്നത്, ഞാൻ പിന്നെ അത് തന്നെ പറഞ്ഞു കുമ്പസാരിക്കണേ. അതിൻ്റെ അർത്ഥം പാപമോചനം കിട്ടാത്തതിൻ്റെ ദുഃഖമാണ് ഈ വ്യക്തി പറയുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും ആഗ്രഹം എന്താ? ഇനി ഈ പാപം ചെയ്യരുത്. പക്ഷേ പറയും, തീരുമാനിക്കും, 2 ദിവസം കഴിയുമ്പോൾ അത് തന്നെ പിന്നെയും ചെയ്യും. ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ പാപമോചനത്തിനായി. വെറും പാപക്ഷമ പോരാ, നിങ്ങൾക്കിനി ഈ പാപം ചെയ്യാതിരിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ 2 കാര്യം സംഭവിക്കണം. ഒന്ന്, നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി യേശുക്രിസ്തുവിൽ സ്നാനപ്പെടട്ടെ, അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് യേശുക്രിസ്തുവിനാൽ സ്നാനപ്പെടുന്ന അർത്ഥം? എന്താണ്? വിളിക്കുന്ന എല്ലാവരും സ്നാനപ്പെട്ടതാണ് ഞാൻ വിചാരിക്കുക. അതാണ് ജ്ഞാനസ്നാനം. എന്താ സംഭവിച്ചതെന്ന്? എന്നാ സംഭവിക്കാനാ വെച്ചോല്ലേ അല്ലേ? ഞാൻ ബിനുവിന് മാംസം നോക്കി കൊണ്ട് എത്ര കൊല്ലായി? എത്ര വയസ്സുള്ളപ്പോഴാ? കണക്കോട്ട് നോക്കി. ബിനുവിന് 36-ാം വയസ്സിലാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. ബിനുവിന് ഏറെക്കുറെ അറിയാം ജ്ഞാനസ്നാനം എന്നുള്ളത്. നമുക്കൊരു പിടുത്തവുമില്ല. നമ്മളിങ്ങനെ കൈയും കാലിട്ട് അടിക്കുന്ന സമയത്തല്ലേ കൊണ്ട് മുക്കിയെടുത്തത്. എന്താണ് ജ്ഞാനസ്നാനം? ആർക്ക് പറയാം ഉത്തരം? ജ്ഞാനസ്നാനത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? അത് ശരി. പിന്നെ പാവം, നിങ്ങൾ ഭയങ്കര കാറ്റഗിസം അധ്യാപകരാണല്ലോ. പാവം എല്ലാം കഴുകിക്കളയും, പരിശുദ്ധാത്മാവിനെ കിട്ടും. പക്ഷെ ഒരു അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ അറിവ്. നീ എത്രാം വയസ്സിലാണ് ശാസ്ത്രീകരിച്ചത്? വയസ്സ് പറഞ്ഞാൽ മതി. എന്നാലേ ഏകദേശം ഇവൻ 42-ാം വയസ്സിലാണ് ശാസ്ത്രീകരിക്കുന്നത്. എന്താ? ഇവർ 2 പേരും ഹിന്ദുക്കളായിരുന്നു. അതുകൊണ്ടേ പറഞ്ഞത് 42-ാം വയസ്സിലാണ് ശാസ്ത്രീകരിച്ചിരിക്കുന്നത്. ഏകദേശം അറിയേണ്ടതാണ്. ഇപ്പം ഇദ്ദേഹം പറയാൻ കണ്ടു, ഒരു വാക്ക് പറഞ്ഞിട്ടാ അറിവ് കിട്ടിയെന്ന്. എന്താ അതിന് അർത്ഥം അറിയാമോ? യേശുക്രിസ്തുവിനെ പറ്റി ആഴമേറിയ അറിവ് കിട്ടിയ ശേഷം സ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. ആ വാക്ക് കളയണ്ട. ദൈവത്തെ പറ്റിയുള്ള അറിവ്.
എന്താണ് ബൈബിളിൽ ദൈവത്തെ അറിയുക അർത്ഥം? ദൈവത്തെ അറിയുക. അങ്ങോട്ട് പോകണ്ട. യോസേപ്പ് പിതാവ് പരിശുദ്ധ മറിയത്തെ അറിഞ്ഞില്ല ഈശോയെ പ്രസവിക്കുന്നതിന് അർത്ഥം എന്താ? അർത്ഥം മനസ്സിലായില്ലേ? ഉണ്ണീശോയെ പ്രസവിക്കുന്നവരെ യോസേപ്പ് പിതാവ് മറിയത്തെ അറിഞ്ഞില്ല. അവിടെ അറിയുക അതിനർത്ഥം അത്യഗാധമായ സ്നേഹബന്ധം എന്നാണ്. യോസേപ്പ് പിതാവ് പരിശുദ്ധ മറിയവുമായി അങ്ങനെ ഒരു സ്നേഹബന്ധത്തിൻ്റെ അത്ര അഗാധമായൊരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചില്ല എന്നായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അർത്ഥം ജ്ഞാനസ്നാനം വഴി അറിവുണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ജ്ഞാനസ്നാനം വഴി നമ്മൾ യേശുക്രിസ്തുവുമായി അത്യഗാധമായ ഒരു ബന്ധത്തിലേക്ക് വരും. ആ പത്രോസേ പറഞ്ഞ കേട്ടോ, നിങ്ങളുടെ പാപമോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. അതിൻ്റെ ഫലമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നേറ്റ് വരുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാര്യം എന്താണ്? നിങ്ങൾ ഓരോരുത്തരും നമ്മളോട് പറയുകയാണ്, ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനകത്ത് സ്നാനപ്പെടണം എന്ന് പറഞ്ഞാൽ ഈശോയുമായി വ്യക്തിപരമായൊരു ബന്ധം പുലർത്തണം. ഇതേപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതുന്ന 2-ാമത്തെ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇതൊരു കല്യാണമാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനസ്നാനം ഒരു വിവാഹമാണെന്നാണ് പൗലോസ് എഴുതി വച്ചിരിക്കുന്നത്. ഒരു വിവാഹമാണ്. വിവാഹത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു സ്നേഹബന്ധമല്ലേ അതല്ലേ? ഒരു യുവാവ് യുവതിയും തമ്മിൽ അത്യഗാധമായൊരു സ്നേഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ തീവ്രതയുടെ പ്രത്യേകത കൊണ്ട് മരിച്ചാലേ അത് പിന്മാറുകയുള്ളൂ. 2 കൊരിന്തോസ് 11:2 അപ്പോസ്തലൻ കോരിന്തോസിലെ, അതായത് കോരിന്തോസ് എന്ന് പറയുന്നത് ഒരു വലിയ വാണിജ്യ നഗരമാണ്, വലിയൊരു വാണിജ്യ നഗരമായിരുന്നു. അവിടെ എല്ലാ ജാതികളിലും പെട്ട മനുഷ്യരുണ്ട്. പക്ഷേ അവിടെ കുറച്ച് പേര് മാത്രം ഈ മാമൂസ മുങ്ങിയവരുണ്ട്. മാമൂസ മുങ്ങിയവർ, സ്നാനപ്പെട്ടവർ. അവർക്ക് പൗലോസ് ഇങ്ങനെ എഴുതുകയാണ്. അത് പൗലോസ് ആദ്യം ആരായിരുന്നു നമുക്കറിയാം അല്ലേ? പൗലോസ് ആദ്യം യേശുവിൻ്റെ നാം സ്നാനപ്പെട്ടിട്ടില്ല. പൗലോസ് ആദ്യം യഹൂദനായിരുന്നു. നിയമാനുഷ്ഠാനത്തിലൂടെ രക്ഷ എന്നുള്ള തത്വം മുറുകെ പിടിച്ചുകൊണ്ട് കിണഞ്ഞു ശ്രമിക്കുന്നവരാണ് യഹൂദന്മാർ. ദൈവകൽപ്പനകൾ പാലിച്ച് രക്ഷ പ്രാപിക്കാമെന്നുള്ള ആദർശം മനസ്സിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരാണ് യഹൂദന്മാർ. അങ്ങനെയുള്ള ആളാണ് ഈ പൗലോസ് അപ്പോസ്തലൻ. ആ പൗലോസ് പറയുന്നത് കേട്ടോ, നിങ്ങളോട് എനിക്ക് ദൈവികമായ അസൂയ തോന്നുന്നു. ആരോടാണത്? ക്രൈസ്തവരോട്. കാര്യം എന്താ? അവർക്ക് എളുപ്പത്തിൽ രക്ഷ പ്രാപിക്കാം. യഹൂദന്മാരെ പോലെ 10 കൽപ്പനകളും അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ഇഴനാര് കീറി പഠിച്ചത് പ്രാവർത്തികമാക്കിയാൽ രക്ഷയുള്ളൂ എന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു വന്നപ്പോൾ എന്താ പറഞ്ഞത്? നിയമാനുഷ്ഠാനം വഴിയല്ല, വിശ്വാസം മൂലമാണ് രക്ഷ. എന്താണ് വിശ്വാസം? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധനം 150-ാം ഖണ്ഡികയിൽ പറയും, വിശ്വാസം എന്ന ദൈവത്തോടുള്ള ഗാഢബന്ധമാണ്. 143 പറയും, വിശ്വാസം എന്നത് ബുദ്ധിയും മനസ്സും അസ്തിത്വം മുഴുവനും ദൈവത്തിന് അടിയറ വെക്കലാണ്. വിവാഹ ബന്ധത്തെക്കാൾ അഗാധ ബന്ധം. ഒരു ഭാര്യയും ഒരു ഭർത്താവും പരസ്പരം അടിയറ വെക്കേണ്ട. ഏറ്റവും പൂർണ്ണ വിവാഹത്തിൽ പോലും ഭർത്താവ് ഒരിക്കലും തന്നെ ഭാര്യയ്ക്ക് അടിയറ വെക്കേണ്ട ആവശ്യമില്ല. ഭാര്യ എത്ര പൂർണ്ണ സ്നേഹമാണെങ്കിലും കൊള്ളാം, ഭാര്യയുടെ വ്യക്തിത്വം ഭർത്താവിന് അടിയറ വെക്കേണ്ട ആവശ്യമില്ല. അത് പ്രതീക്ഷിക്കുന്നില്ല, അത് അപകടമാണ്. എന്നാൽ മാമോദീസ എന്ന് പറയുന്ന പ്രത്യേക വിവാഹത്തിൽ, അത് ദൈവവുമായിട്ടുള്ള വിവാഹമാണത്. അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ മനുഷ്യാത്മാവ് തന്നെ അടിയറ വെക്കുകയാണ് ദൈവത്തിന്. ഞാൻ കഴിഞ്ഞ ആഴ്ച ബക്കറ്റ് വെള്ളം കൊണ്ടാൻ പറഞ്ഞായിരുന്നല്ലോ, കൊണ്ടുവന്നില്ലേ? കറിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കണ്ടോ, എൻ്റെ പ്രബോധനങ്ങൾ തടസ്സപ്പെടുന്നത് കണ്ടോ? ഒരുപാട് ഉറക്കം. ശ്രദ്ധിക്കണം. അപ്പം ഈശോയെ, അപ്പം പത്രോസിൻ്റെ വാദം ഇങ്ങനെയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊണ്ട് കാര്യമായില്ല. നിങ്ങൾക്ക് പാപത്തിൻ്റെ മേൽ ആധിപത്യം ഉണ്ടാകണമെങ്കിൽ, പാപത്തെ കീഴ്പ്പെടുത്താൻ പറ്റണമെങ്കിൽ,
പാപം ചെയ്യാതിരിക്കാൻ തക്ക പ്രാപ്തി ഉണ്ടാകണം. അതാണ് പാപമോചനം. പാപമോചനം അർത്ഥം അതാ. ജയിലിൽ കിടന്നിരുന്ന വ്യക്തി ജയിൽ ശിക്ഷ കഴിഞ്ഞാൽ ജയിൽ മോചിതനാകും. ജയിൽ മോചിതനായ പിന്നെ ജയിലിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുക അർത്ഥം ഇനി ആ പാപം ഒരിക്കലും ചെയ്യാതിരിക്കാൻ പറ്റിയ അവസ്ഥയിലേക്ക് എത്തുക എന്നർത്ഥം. അതാണ് പത്രോസ് പറയുന്നത്. പാപമോചനത്തിനായി എന്ത് ചെയ്യണം? പാപമോചനത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പത്രോസ് പറയുന്നത്? നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ കല്യാണം കഴിക്കണം. നിങ്ങൾ യേശുക്രിസ്തുവുമായി അത്യഗാധമായ ഒരു വ്യക്തി ബന്ധത്തിലേക്ക് ഇറങ്ങി വരണം. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോഴും ഈ പഴയ നിയമത്തിലാണ്. എന്താ? ഞായറാഴ്ച കുർബാന മുടക്കാതിരിക്കുക, സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചെല്ലുക, വെന്തിങ്ങ എല്ലുക, കൊന്ത ധരിക്കുക, 3 കൊന്ത ചെല്ലുക. നമ്മളിങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ നിൽക്കുക എപ്പോഴും. ഞായറാഴ്ച നിർത്തിക്കൊണ്ടേ വരുമോ? ഹല്ലേലൂയ. ഈ അനുഷ്ഠാനങ്ങൾ വേണ്ടെന്നല്ല, അനുഷ്ഠാനങ്ങളെല്ലാം പ്രസക്തിയുണ്ട്. എപ്പോഴാണെന്നറിയാവോ? ഈശോയോടുള്ള ഈ സ്നേഹത്തിൽ നിന്ന് വരുമ്പോൾ മാത്രം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹമാണ്. പക്ഷേ ഭർത്താവ് വരുമ്പോൾ അപ്പുറത്തെ വീട്ടിലേതുപോലെ ഏറ്റവും നല്ല പോഷകാംശമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ ഭാര്യയ്ക്ക് പാവത്തിന് നിവൃത്തിയില്ല. പക്ഷെ സ്നേഹം കുറയോ? ഒരു ചമ്മന്തി ആയിരിക്കും ഈ പാവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിൽ അത്യഗാധ സ്നേഹമുള്ളതുകൊണ്ട് ആ ചമ്മന്തി ബിരിയാണിയേക്കാളും ടേസ്റ്റായിട്ട് തോന്നും. അപ്പൊ നമ്മൾ കരുണക്കൊന്ത ചെല്ലിയോ, കുരിശിന്റെ വഴി നടത്തിയോ, 4 കൊന്ത ചെല്ലിയോ, 10 കൊന്ത ചെല്ലിയോ ഇവിടെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം നീ ചെയ്യുന്ന പ്രാർത്ഥനയും സൽകൃത്യങ്ങളും ദൈവത്തോടുള്ള സ്നേഹ ബന്ധത്തിൽ നിന്നാണോ വരുന്നതെന്നുള്ള പ്രധാനപ്പെട്ട വിഷയം. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അഗാധമായ സ്നേഹമുള്ളപ്പോൾ ഒരുപക്ഷെ ഒരു നേരം ആഹാരം ഉണ്ടാക്കിയില്ല. ഭർത്താവ് കഷ്ടപ്പെട്ട് അലഞ്ഞ് വൈകിട്ട് വന്നപ്പോൾ ആ വീട്ടിൽ ആഹാരം ഒന്നും വെച്ചിട്ടില്ല. ഒരു കട്ടൻ ചായ പോലും തിളപ്പിക്കാൻ നിവൃത്തിയില്ലെങ്കിലും അവിടെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഹൃദയത്തിലെ സ്നേഹത്തിന് കുറവ് വരുന്നില്ല. നേരെ മറിച്ച് സ്നേഹമില്ല, എന്നാടാ കേരടാ തിന്നടാ എന്നും പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കി കൊടുത്താലും ആര് കഴിക്കാനാ? കഴിക്കുമോ? പട്ടി കഴിക്കില്ല. ഈ മതാനുഷ്ഠാനങ്ങൾ കൊണ്ട് രക്ഷപ്രാപിക്കാൻ വിചാരിക്കുന്ന ശുദ്ധമണ്ഡത്തിനാണ്. ദൈവത്തോട് ബന്ധമില്ലാതെ സ്നേഹമില്ലാതെ നടത്തുന്ന എല്ലാ അനുഷ്ഠാനങ്ങൾക്കും ദൈവം ഇൻഡ്യൂട്ട് വയ്ക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം, പത്രോസിന്റെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യമാണ്. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, നിങ്ങളുടെ പാപമോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും ദൈവമായ കർത്താവിന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഈ പല ആൾക്കാരും വിഷമിക്കുന്ന ഒരു മക്കളെ ഓർത്താം അല്ലേ? മക്കളെ ഓർത്ത് വിഷമിക്കാതെ കൈവയ്ക്കേ. എൻ്റെ മക്കളെ ഓർത്ത് എനിക്കൊരു വിഷമവും ഇല്ല. ഒന്ന് കൈവയ്ക്ക് കാണിച്ച്. ആ മക്കളില്ലാത്തവരായിരിക്കും അല്ലേ? മക്കളെ ഓർത്ത് എനിക്ക് യാതൊരു ദണ്ണവുമില്ല. സൂപ്പർ എൻ്റെ മക്കളെല്ലാം സൂപ്പർ എന്നുള്ളൊരു കൈവയ്ക്കേ ആരുമില്ല. അവർ ചാമ്പിച്ച് കൈവയ്ക്കുന്നുണ്ട്. ദൈവത്തിന് നല്ല കാര്യമല്ലേ, വലിയ കാര്യമല്ലേ? പക്ഷെ ഇവിടെ പറഞ്ഞ ഉദ്ദേശം കേട്ടോ, നമ്മൾ ഓരോരുത്തരും ഈശോയുമായി സ്നേഹബന്ധത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് നിന്ന് മാറിയില്ല. ഈ പരിശുദ്ധാത്മാവിനെ ഈ പ്രാവിൻ രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത് അല്ലേ? എന്ത് എളുപ്പമെന്നറിയാം വരാനും പോകാനും ഒക്കെ അല്ലേ? യേശുവാണെങ്കിൽ വഞ്ചി വേണം പോകാൻ, വേണ്ടേ അല്ലേ? പത്രോസ് വന്നപ്പോൾ വഞ്ചിയല്ലേ അക്കരെ കൊണ്ടുപോയത്. പരിശുദ്ധാത്മാവ് ഒറ്റ പറക്കലല്ലേ? ഇവിടെ മാറി പോയി. ആ പരിശുദ്ധാത്മാവ് വരാൻ എന്താ ചെയ്യേണ്ടത്? ഈശോയുമായി പറ്റുപടിയാണെങ്കിൽ, നമുക്ക് ഈശോയുമായി പറ്റുപടി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിട്ട് പറയാണ്,
ഈ കൃപ നിങ്ങൾക്ക് മാത്രമേ ആർക്കൊക്കെ ഉണ്ടാകും? നിങ്ങളുടെ വരും തലമുറകൾക്കും ഉണ്ടാകും. ഇതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് കാണാൻ പറ്റും. ഇവിടെ ഇരിക്കുന്നവരൊക്കെ നിങ്ങളുടെ അപ്പനെ അമ്മേനെയൊക്കെ ഓർത്ത് നോക്കി, അവരുടെ വിശ്വാസം ഇല്ലേ? നമ്മളെക്കാൾ കൂടുതലായിരുന്നു കുറവായിരുന്നു അവർക്ക് വിശ്വാസം. കൂടുതലായിരുന്നു. കണ്ടോ? 10 ഗുണം 10 ഗുണം. ഇപ്പം നമ്മുടെ പൂർവികർക്ക് നമ്മളെക്കാൾ ഏറെ ദൈവത്തോട് ബന്ധമുണ്ടായിരുന്നതിനൊരു വാങ്ങലേറ്റതുകൊണ്ട് നമുക്ക് ഇത്രയേ ഉള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ മക്കളാകുമ്പോൾ ഇതിലും കുറവാനാ സാധ്യത. കാരണം നമുക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളോട് ഉണ്ടായിരുന്നിടത്തോളം ദൈവത്തോട് ബന്ധം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അടുത്ത തലമുറയിൽ കുറയും, പിന്നത്തെ തലമുറയിൽ പിന്നെയും കുറയും, പിന്നെയും കുറയും, പിന്നെയും കുറയും, പിന്നെ ഇല്ലാതാവും. ഇപ്പം നമ്മൾ അടുത്ത ഒരു 10 തലമുറയ്ക്ക് വേണ്ട ഡെപ്പോസിറ്റ് നടത്തണം. എന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്കും ദൈവത്തോട് അടുക്കണം. ദൈവത്തോട് നമ്മൾ അടുത്താൽ, ഈശോയുമായി നമ്മളൊരു സ്നേഹബന്ധത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൽ അതിൻ്റെ ആ ഫലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, തലമുറയായിട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ആരാ ക്രിസ്ത്യാനി? യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തി, യേശുക്രിസ്തുവുമായി ഒരു വ്യക്തിബന്ധം തന്നെ പുലർത്തുന്നയാളാണ്. അതാണ് പത്രോസ്. ഇതായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം. എന്നിട്ട് പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ പറയുന്നതിനുണ്ട്, പത്രോസെ പറയാണ്, അവൻ മറ്റ് പല വചനങ്ങളാൽ അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷിക്കുമെന്ന് അവരെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് ആ പേര് കണ്ടു. എന്താണ്? ചുറ്റുപാടുമുള്ളവരെ പത്രോസിനെ വിളിക്കുന്ന പേരെന്താ? ദുഷിച്ച തലമുറ. അതാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചത്. ഈശോ പ്രാർത്ഥിച്ചതെന്താ? ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് എൻ്റെ ശിഷ്യന്മാരെ എടുത്തു മാറ്റാനല്ല ഞാൻ യാചിക്കുന്നത്, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം. നമ്മൾ ഓർക്കേണ്ട സംഗതി ഇതാ, ഈ ലോകം ദുഷ്ടൻ്റെ പക്കലേക്കാണ് ചാഞ്ഞിരിക്കുന്നത്. കാരണം മനുഷ്യർക്ക് തിന്മയാണ് കൂടുതൽ ഇഷ്ടം നന്മയേക്കാൾ. എല്ലായിടത്തും ഈ ഒരു വലിയ സംഘർഷമുണ്ട്. നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിച്ചാൽ, ദൈവഭക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നമ്മളെ വലിച്ചിടിച്ച് താഴിടാനായിട്ട് ഇഷ്ടം പോലെ പേരുണ്ടാകും. അപ്പോൾ ഈശോ ലോകം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നതിന് പകരം ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നെട്ടോട്ടം ഓടുന്നവനെ വിളിക്കുന്ന പേരാണ് ലോകം. അത് ദുഷിത തലമുറയെന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് കേട്ടോ, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതാണ് ഈശോ പറയുന്നില്ലേ, എന്താ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ അത് പറയുന്നുണ്ട്. പിതാവേ, ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ യാചിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന വാക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് അല്ലേ? വിശുദ്ധീകരിക്കുക എന്ന വാക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുക. അപ്പോൾ അതേപ്പറ്റി ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ചെറിയ അറിവ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. ഈ വിശുദ്ധീകരിക്കുന്ന വാക്ക് എങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഈ നമുക്കറിയാം, പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്, മലയാളത്തിലല്ല. ഗ്രീക്ക് ഭാഷയിൽ ഹഗിയാറ്റ്സെ എന്ന വാക്ക്, ഹഗിയാറ്റ്സെ എന്ന വാക്കിനാണ് ഈ വിശുദ്ധീകരിക്കുക എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ച വാക്ക് ഹഗിയാറ്റ്സെ. ആ വാക്കിനർത്ഥം POC പഠന ബൈബിൾ തരുന്ന ഉത്തരം ഞാൻ പറയുന്നത്. POCയുടെ പഠന ബൈബിൾ തരുന്ന ഉത്തരമാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇതാണ്: പവിത്രമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാറ്റി നിർത്തുക. പ്രൈസ് ദി ലോർഡ്. അത് വിശുദ്ധീകരിക്കാവുന്ന വാക്ക് മലയാളത്തിലേക്ക് നമ്മൾ വിചാരിക്കാൻ പറ്റുന്ന എന്താണ്? പാപത്തിൽ ശുദ്ധീകരിക്കുക, തിന്മകൾ ശുദ്ധീകരിക്കുക നമ്മൾ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ഗ്രീക്ക് ഭാഷയിൽ ഹഗിയാറ്റ്സെ എന്ന വാക്കിനർത്ഥം അതല്ല, പിന്നെയാ പവിത്രമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാറ്റി നിർത്തുക. അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വേറെ വാക്കുണ്ട്, കോൺസെക്രേറ്റ്. കണ്ടോ, പള്ളി കോൺസെക്രേഷനാണ്, ഞങ്ങളുടെ പള്ളിയുടെ കോൺസെക്രേഷനാണ്. എന്ന് പറയുന്ന അർത്ഥം എന്താ? ഈ കെട്ടിടം ദൈവാരാധനയ്ക്ക് വേണ്ടി മാത്രമായി
ആശീർവദിച്ച് വേർതിരിക്കുന്നു. അതൊരു സാധാരണ കെട്ടിടമാണ്, പക്ഷേ അത് ദൈവാരാധനയ്ക്ക് വേണ്ടിയും ബലിയർപ്പണത്തിന് വേണ്ടിയും വേർതിരിച്ച് മാറ്റുന്നതിന് പറയുന്ന വാക്കാണ് കോൺസെക്രേഷൻ. ചാപ്പലിൻ്റെ കോൺസെക്രേഷനാണ്. അപ്പം ഈശോ പറയുന്നതാണ്, പിതാവേ, അവിടുന്ന് എന്നെ ലോകത്തിലേക്ക് അയച്ചില്ലേ, എന്തിനാ? ലോകത്തോട് രക്ഷിക്കാൻ വേണ്ടി. അതുപോലെ എൻ്റെ ശിഷ്യന്മാരെയും ലോകത്തിലേക്ക് അയക്കണം, അവരെ വിശുദ്ധീകരിക്കണം, അവരെ വേർതിരിച്ച് മാറ്റണം. എന്തിനു വേണ്ടി? ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? മാമോസ മുങ്ങിപ്പോയെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമായി എന്താണ്? ചീഞ്ഞു നാറുന്ന ഈ ലോകത്തെ രക്ഷിക്കണം. അതിൻ്റെ രക്ഷകരാണ് നമ്മൾ. അതാണ് പറയുന്നത്, പിതാവേ, ആ വാക്യം ഇങ്ങനെയാണ്, പിതാവേ, അങ്ങ് എന്നെ, യോഹന്നാൻ 17:18, പിതാവേ, അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പം പിതാവ് എന്തിനാ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്? ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ലോകത്തോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ്, ലോകത്തെ വെറുക്കാനും കുറ്റപ്പെടുത്താനുമല്ല, ലോകത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈശോ പറയാണ്, ഈശോയെ പിതാവ് ലോകത്തിലേക്ക് അയച്ച എന്തിനു വേണ്ടിയാണോ അതേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈശോ ശിഷ്യന്മാരെയും ലോകത്തിലേക്ക് അയക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട, നമുക്ക് ചിന്ത വേണം, ഞാൻ ഒരയക്കപ്പെട്ട ആളാണ്. ഒരു ക്രിസ്ത്യാനിയാകുക, മാമോസ മുങ്ങുക, അർത്ഥം ഞാൻ അയക്കപ്പെട്ട ആളാണ്. എങ്ങോട്ട് അയക്കപ്പെട്ടിരിക്കുന്നു? തിന്മയുടെ അതിപ്രസരമുള്ള ഈ ലോകത്തിലേക്ക് ഞാൻ അയക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ തിന്മയിൽ പെടാതിരിക്കണം. എനിക്ക് അടുത്ത ദിവസം ഒരാൾ ഒരു വാഹനത്തിൻ്റെ ഫോട്ടോ അയച്ചു തന്നു കേട്ടോ, നിങ്ങളോട് പറയുകയാണ്. വളരെ വില കൂടിയ വാഹനം എന്നറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് വണ്ടിയാണ് അയച്ചു തന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇത് വാങ്ങാനായിട്ട് ഒരു പ്ലാൻ ഇട്ടിരിക്കുകയാണ്. എൻ്റെ ഉപദേശം ചോദിച്ചു, ഞാൻ പറയും വാങ്ങരുതെന്ന് പറയും. വാങ്ങരുത്, പുള്ളിക്ക് ഷോക്കായിപ്പോയി. വാങ്ങരുതെന്ന് പറയും. കാരണം നമ്മൾ ഈ ലോകം അങ്ങനെ പലതും കാണിച്ച് നമ്മൾ പ്രകടിപ്പിക്കും. നമുക്ക് വണ്ടി വേണം യാത്ര ചെയ്യാൻ, അല്ലേ? നമുക്ക് ന്യായമായ വണ്ടി വേണമെന്നല്ലാതെ ഈ ആഡംബര കാറ് മേടിക്കാനുള്ള മോഹം ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. എന്തായാലും അഡ്വാൻസ് കൊടുത്ത് പൈസ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ലോകത്തോട് നമുക്ക് ചേരാൻ പാടില്ല. അദ്ദേഹത്തിന് പൈസയുണ്ട്, അദ്ദേഹത്തിന് പൈസ കൊടുത്ത് ഒരു ആഡംബര കാർ മേടിക്കാനായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹം, വീട്ടുകാർക്കും ആഗ്രഹം. അതാണ് ഈശോ പറയുന്നത്, നിങ്ങളെ ഈ ലോകത്തിൽ ഞാൻ വേർതിരിച്ചു മാറ്റിയിരിക്കും. എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് നല്ലതല്ല. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്ന പൗലോസ്ലിഹായുടെ വാക്കാണ്. ഞാൻ നമ്പർ മറന്നുപോയി എവിടെ നിന്നാണ്. എല്ലാം അനുവദനീയമാണ്, പക്ഷേ എല്ലാം പടുത്തുയർത്തുന്നില്ല. അപ്പം ഞാൻ ഈ ആളോട് പറയാൻ പോണത് എങ്ങനെയാണ്? നീ മരിച്ചു കിടക്കുമ്പോൾ, നീ മരിക്കാൻ പോണ സമയത്ത് കർത്താവ് ചോദിക്കുന്നത്, നിന്റെ പണമൊക്കെ നീ എന്തിനാണ് ഉപയോഗിച്ചത്? ഈ ആഡംബര കാറ് മേടിക്കുന്ന ആളോട് ആരെങ്കിലും വഴക്ക് പറയുമോ? ആരും വഴക്ക് പറയാൻ അയാൾ കാശ് കൊടുത്ത് പിടിക്കുന്നത്. പക്ഷെ അയാൾ മരിക്കാൻ നേരത്ത് കർത്താവ് ചോദിക്കും, മകനെ, നിന്റെ കയ്യിൽ ഇന്ന വർഷം കിട്ടി ഇത്ര ലക്ഷം രൂപ നീ എന്തിനാ ഉപയോഗിച്ചത്? പാവപ്പെട്ടവന് ദരിദ്രന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനാണോ? വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനാണോ? അല്ലെങ്കിൽ പെരയില്ലാത്തൊരു പെര വെച്ച് കൊടുക്കാനാണോ? കെട്ടിക്കാൻ പറ്റാത്ത പെണ്ണെ കെട്ടിച്ചുവിടാനാണോ? അല്ലെങ്കിൽ ധ്യാന കേന്ദ്രത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണോ? അതോ നീ നിന്റെ ആഡംബരം വർദ്ധിപ്പിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പണി തീർന്നു. നമ്മുടെ എല്ലാ ചെയ്തികളും ശ്രദ്ധിക്കും. അതാണ് ഈ ലോകത്തിൽ എടുക്കുന്ന അർത്ഥമില്ല. നമ്മൾ ലോകത്തിൻ്റെ ആകർഷണത്താൽ നിരന്തരം നമ്മൾ വശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ അരികിൽ വീണു പോകും. ഇംഗ്ലീഷിൽ പറയുന്നത് സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ അരൂപി. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ലോകത്തിൻ്റെതാകാൻ പാടില്ല. ഒരു തരത്തിലും ലോകത്തിൽ നിന്ന് വേർപെടണം, മാറി നിൽക്കണം. എന്തിനാ? ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ധനവും ഈ സുഖലോലുപതയും അല്ല ഒരു മനുഷ്യനെ വലിയവനാക്കുന്നത്. ഒരു മനുഷ്യനെ വലിയവനാക്കുന്നത് ദൈവത്തോടും സഹജരോടുമുള്ള സ്നേഹബന്ധമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ പേരാണ് ദൈവഭക്തി. സഹജരോടുള്ള സ്നേഹമാണ് പരസ്നേഹം, കാരുണ്യ പ്രവൃത്തി. ഇത് രണ്ടുമാണ് മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത്. അല്ലാണ്ട് ഈ ലോകത്തിന്റെ ആഡംബരങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടിയത് കൊണ്ട് വലിയവനാകുകയില്ല.
നമ്മൾ കേട്ടിട്ടില്ലേ അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റി പഠിച്ചിട്ടില്ലേ? അലക്സാണ്ടർ ചക്രവർത്തി വിളിച്ചത് പേര് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അന്നത്തെ ലോകത്തെ മുഴുവനും വെട്ടിപ്പിടിച്ച ആളാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും മേൽ അധികാരം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിനും പറഞ്ഞു, കേട്ടിട്ടില്ലേ? കഥ കേട്ടിട്ടില്ലേ? നിങ്ങൾക്കറിയാമല്ലോ. ഞാനെന്തൊക്കെ പറയുന്നു, ഇതൊക്കെ കഥയായിട്ട് പറഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിതമായിട്ട് ബന്ധിപ്പിക്കണം. അപ്പം അതുകൊണ്ട് നമ്മുടെ അതിമോഹങ്ങളും അപ്പോൾ ഒക്കെ വിട്ടുവെച്ചാൽ മതി. നമുക്ക് നല്ല ക്രിസ്ത്യാനിയാകാൻ നോക്കാം. എന്ത് ചെയ്യണം? നല്ല ക്രിസ്ത്യാനിയാകുന്നത് എങ്ങനെയാണ്? പാപ വഴികളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈശോയുമായി നല്ല ഒരു സ്നേഹബന്ധം തുടങ്ങണം. ആ ബന്ധത്തിൽ അപ്പോൾ പത്രോസ് പറയുകയാണ്, അതിൻ്റെ ഫലം എന്തായിരുന്നു? അങ്ങനെ ജീവിച്ചപ്പോൾ ചുറ്റുമുള്ളവരെ പറ്റി അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ ദൈവത്തെ സ്തുതിക്കുകയും ജനം മുഴുവൻ്റെയും പ്രീതിക്ക് പാത്രമാകുകയും. കണ്ടോ? അതിന് മുമ്പ് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. എന്താ എഴുതി വച്ചിരിക്കുന്നത്? വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചായിരുന്നു, എല്ലാം അവർക്ക് പൊതുവായിരുന്നു. അവർ തങ്ങളുടെ വസ്തുവകകളും സ്വത്തുക്കളും വിറ്റ് കിട്ടിയത് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ അനുദിനം വിശ്വസ്തയോടെ ദേവാലയത്തിൽ ചെലവഴിക്കുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ആനന്ദത്തോടും ഹൃദയ ലാളിത്യത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഇത് എപ്പോഴും നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ഈ ക്രൈസ്തവ ജീവിത രീതിക്ക് ഒരു മാതൃകയായി നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണത്. എന്താണ്? അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു. ഒരു കൂട്ടായ്മ, അഗാധമായ സ്നേഹത്തെപ്പറ്റിയാണ് പറയുന്നത്. ഈ വിശ്വാസികൾ തമ്മിൽ അത്യഗാധമായൊരു സ്നേഹമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പേരിൽ എന്തായി? അവർ സ്വന്തമെന്നും പറഞ്ഞൊന്നും മാറ്റി വെച്ചില്ല. അവർക്കുള്ളതെല്ലാം എല്ലാവർക്കുമായി കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. വളരെ പ്രധാനപ്പെട്ട കാര്യം അല്ലേ? നമ്മുടെ ഹൃദയം എത്ര കഠിന ഹൃദയവും അലിഞ്ഞു പോകും ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണും. ഒരാളിങ്ങനെ പറഞ്ഞു, ആൾ പറഞ്ഞു, സുവിശേഷം വായിക്കുമ്പോൾ അച്ചോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഈശോ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഭക്ഷണമില്ലാത്തവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ പാർപ്പിടമില്ലാത്തവൻ, നിങ്ങൾക്ക് പാർപ്പിടം തന്നു. എനിക്ക് വസ്ത്രമില്ല, നിങ്ങൾക്ക് വസ്ത്രം തന്നു. അപ്പോൾ ചോദിച്ചു, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈശോ പറയുക, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എന്നിട്ട് ഈ പറഞ്ഞ ആളിനോട് പറയുകയാണ്, എനിക്കത് ഭയങ്കര നല്ല ഉപദേശമായിട്ട് തോന്നി. എന്നോട് പറയുകയാണ്, അച്ചോ ഇത്രയും 100% ഉറപ്പോടെ കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞതാ. എന്നോട് പറഞ്ഞ ആൾ പറയാം, ആളോട് അപ്പം തന്നെ ഈശോ വലത്തുഭാഗത്ത് നിർത്താൻ പറഞ്ഞു. ഇപ്പം തന്നെ വലത്തുഭാഗത്തേക്ക് നിർത്താൻ വെക്കാൻ പറഞ്ഞു. എന്താ കാര്യം? എന്താ? യേശുവിന് ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും എല്ലാം കൊടുത്തു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് എന്തൊക്കെ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അല്ലേ? ശരിയല്ലേ? അത് മനുഷ്യൻ്റെ ആത്മാവിനാണ്, ശരീരത്തിനാണ് ഗുണം ചെയ്യുന്നത്. ഭാഗികമായി പോയി. എന്താ? ശരീരത്തിന് മാത്രമേ ഭക്ഷണം കൊണ്ട് ഉപകാരമുള്ളൂ, വസ്ത്രം കൊണ്ട് ഉപകാരമുള്ളൂ, പാർപ്പിടം കൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ ക്രൈസ്തവരായ നമ്മൾ ഒന്നുകൂടെ കുറച്ചുകൂടെ ചിന്തിക്കുക. എന്താണ്? ഒരു മനുഷ്യൻ്റെ ഈ പകുതി ആവശ്യങ്ങൾ അത് ഭാഗികമാണ്, താൽക്കാലികവുമാണ്. നിത്യമായ ആവശ്യം അതിനേക്കാൾ വലുതാണ്. എന്താണ്? ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടണം. ഭക്ഷണം കഴിച്ച് വയറ് നിറച്ചത് കൊണ്ട് സംതൃപ്തി ആകുകയില്ല. സംതൃപ്തി ആണെങ്കിൽ ദൈവത്തെ സ്വന്തമാക്കണം. ഈ ബാഹ്യമായ നല്ല പളുപളുപ്പ് വസ്ത്രങ്ങൾ ധരിച്ചത് കൊണ്ട് നഗ്നത മാറാൻ പോകുന്നില്ല. പ്രസാദപരമാകുന്ന ദൈവിക അങ്കികൾ അണിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കൊട്ടാരത്തിൽ താമസിച്ചിട്ട് കാര്യമില്ല. മരണശേഷം നീ നരകത്തിലേക്കാണ് പോകുന്നെങ്കിലോ? അപ്പോൾ ആ സുവിശേഷത്തെ, അതായത് വലതുവശത്ത് നിൽക്കാനുള്ള യോഗ്യത, ഭക്ഷണം കൊടുക്കുന്നതും വസ്ത്രം കൊടുക്കുന്നതും പാർപ്പിടം കൊടുക്കുന്നതാണ് വചനം, നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്.
നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉപമ ഉപയോഗിക്കുകയാണ് ഈശോ. ഒരു കഥ, ഒരു ഉപമ തന്നെയ. കത്തോലിക്കാ സഭയുടെ മതബോധം 549 ഖണ്ഡികയിൽ എടുത്തു പറയുന്നുണ്ട് ഈ കാര്യം. നിങ്ങൾ കേൾക്കണം അത്, അല്ലെങ്കിൽ എൻ്റെ പ്രസംഗം നിങ്ങൾ തിരുത്തിരിക്കും, ദുർവ്യാഖ്യാനം ചെയ്യും. കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 549, നമ്പർ മറക്കരുത്. എഴുന്നേറ്റുന്ന എല്ലാവരും, ഉറങ്ങുന്നവരുൾപ്പെടെ. ഉറങ്ങുന്നവർ ആദ്യം എഴുന്നേറ്റ്, ഉറക്കം പോയി. ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുക. അപ്പച്ച എഴുന്നേറ്റ് വിഷമമുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കേട്ടോ 549, മറക്കരുത് നമ്പർ 549. 550 കൂട്ടിയാൽ മതി, ഒന്ന് കുറച്ചാൽ മതിയല്ല. 550 ഒന്ന് കുറച്ചാൽ മതി. കേട്ടോ. ബിഷപ്പ്, അനീതി, രോഗം, മരണം മുതലായ ഭൂമിയിലെ തിന്മകളിൽ നിന്ന് ചിലരെ വിമോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ പ്രവർത്തിച്ചു. എന്നിരുന്നാലും ഇവിടെ ഭൂമിയിലെ സർവ്വവിധ തിന്മകളും ഇല്ലാതാക്കുവാനല്ല പ്രത്യുത ഏറ്റവും വലിയ ദാസ്യത്തിൽ നിന്ന്, അതായത് പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുവാനാണ് യേശു സമാഗതനായത്. നിർവചിപ്പിക്കാം. ബിഷപ്പ്, അനീതി, രോഗം, മരണം മുതലായ ഭൗമിക തിന്മകളിൽ നിന്ന് ചിലരെ മോചിപ്പിച്ചുകൊണ്ട് യേശു അടയാളങ്ങൾ പ്രവർത്തിച്ചു. എന്നിരുന്നാലും ഇവിടെ ഭൂമിയിലെ സർവ്വ തിന്മകളും ഇല്ലാതാക്കുവാനല്ല പ്രത്യുത ഏറ്റവും വലിയ ദാസ്യത്തിൽ നിന്ന്, അതായത് പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുവാനാണ് യേശു സമാഗതനായത്. പാപത്തിൻ്റെ ദാസ്യമാണ് മനുഷ്യരുടെ ദൈവമക്കൾ പദവിയെ ധ്വംസിക്കുന്നതും സർവവിധ മാനുഷിക ബന്ധനത്തിലേക്കും അവരെ വലിച്ചിഴയ്ക്കുന്നതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക അർത്ഥം മനസ്സിലായി. എന്താണ്? പാപം മാത്രം ഉപേക്ഷിച്ചാൽ പോരാ, ലോകത്തിൻ്റെ അരൂപിക്കും നമ്മൾ ഇതിനായിട്ട് നിൽക്കണം. മാത്രമല്ല യേശുക്രിസ്തുവുമായി ഗാഢമായ ഒരു വ്യക്തി ബന്ധത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ക്രൈസ്തവരായി തീർന്നു. ഇതാണ് മാമോദീസ. അപ്പോൾ മാമോദീസ നമ്മൾ മുങ്ങി എന്നുള്ള ശരി, 2-ാം മാസം വെക്കാൻ പറ്റിയല്ല. പക്ഷേ ആ മാമോദീസയുടെ ചൈതന്യപ്രകാരം ജീവിക്കാൻ. ഇപ്പോൾ കല്യാണം കഴിക്കുന്ന പോലെയാണ്. വിവാഹം കഴിച്ച ആദ്യ ദിവസങ്ങൾ ഉണ്ടായിരുന്ന ആ സ്നേഹം കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകണം നിർബന്ധമില്ല. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ കൂടെ വിവാഹമെന്ന കൂതാ സ്വീകരിച്ചപ്പോഴുള്ള ആദ്യ സ്നേഹത്തിലേക്ക് വീണ്ടും വരാൻ ശ്രമിക്കണം അവർ. നമ്മൾ വിവാഹത്തിൻ്റെ വാർഷികമൊക്കെ ആഘോഷിക്കുന്ന ഉദ്ദേശം അതാ. വിവാഹത്തിൻ്റെ വാർഷികം 1-ാം വർഷം, 10-ാം വർഷം, 5-ാം വർഷം, 25-ാം വർഷം. എന്താ ആ വിവാഹം കഴിച്ച ആദ്യം ആളുകളുണ്ടായത് ആ സ്നേഹത്തിൻ്റെ തീവ്രതയിലേക്ക് വീണ്ടും വരാനുള്ള ശ്രമമാണ്. ഇതുപോലെ ജ്ഞാനസ്ഥാനത്ത് മാസത്തിൽ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് യാതൊരു കാര്യമില്ല, വെറുതെ കാശ് കളയാനേ ഉള്ളൂ. ദൈവത്തെ ഓർത്ത് ബർത്ത്ഡേ ആഘോഷിക്കില്ല. അടുത്ത പ്രാവശ്യം മുതൽ മാമൂസം ആ ദിവസം ആഘോഷിച്ചോ ഫലം ഉണ്ടാകും. ജഡത്തിൽ നിന്ന് ജനിച്ച് ജഡത്തിന് വേണ്ടി എന്ത് ഡേ ആഘോഷിക്കാനാണ്? ജഡത്തിൽ നിന്ന് ജനിച്ച് ജഡം പോത്ത് ഭ്രാന്തുകളിയാണ്. മാമൂസം അങ്ങ് ദിവസം ആഘോഷിച്ചു. കാരണം അന്നാണ് ദൈവകുഞ്ഞായി നിരൂപാന്തരപ്പെട്ടത്. അന്നാണ് നീ മഹത്വപൂർണനായത്. അന്നാണ് നീ യേശുക്രിസ്തുവും തമ്മിലുള്ള കല്യാണം നടന്നത്. നിന്റെ ബുദ്ധിയും മനസ്സും അസ്വസ്ഥമെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത ദിവസം അതാണ്. അത് ആ കൃപയിലേക്ക് വർദ്ധിക്കണം. ഇപ്പം നമ്മൾ ഓരോ കുർബാനയും ചെയ്യുന്നത് തന്നെ. കുർബാന നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ജ്ഞാനസ്ഥാനത്തിൻ്റെ ആ വാഗ്ദാനം നവീകരിച്ചുകൊണ്ട് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളരാൻ ശ്രമിക്കുകയാണ്. ഓരോ കുർബാനയിൽ ഇതുപോലെ ശുശ്രൂഷകൾ നമുക്ക് കരകടത്തി കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ ക്രൈസ്തവരായി തീർന്നിരിക്കുന്നത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമല്ലേ വാസ്തവത്തിൽ? നമ്മൾ വല്ലതും തിരഞ്ഞെടുത്തതാണോ അത്? നമ്മൾ സുമനസ്കരിപ്പിനത്തല്ലല്ലോ. നമ്മുടെ മാതാപിതാക്കൾ ക്രൈസ്തവരായതുകൊണ്ട് നമ്മൾ ക്രൈസ്തവരായി പോയിരിക്കുന്നത്. നമ്മൾ ജ്ഞാനസ്ഥാനമയത്തിൽ കവിഞ്ഞൊരു മഹത്വം വരാനുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ ഈശോ മിശിഹായോട് ഒന്നാക്കി തീർത്ത ജ്ഞാനസ്ഥാനത്തെ ഓർത്ത് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമ ക്രൈസ്തവ സമുദായത്തെ പോലെ ഞങ്ങളെ യേശുവിനെ സ്വന്തമാക്കിയതിനായി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ജ്ഞാനസ്നാനത്തിന്റെ കൃപാവരം ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ.